ശാലിനി ദയവ് ചെയ്ത് ഈ കല്യാണം ഇപ്പൊ നടത്തരുത്. ഇതൊരു സമൂഹ വിവാഹം. എല്ലാ വർഷവും ഇതിവിടെ നടത്താറുമുണ്ട്. പക്ഷെ ഇന്നുവരെ VIP-കളെയൊന്നും ഞങ്ങൾ ക്ഷണിക്കാറില്ല. അവരിതുപോലെ വന്ന് വിവാഹം നടത്തരുതെന്ന് പറഞ്ഞിട്ടുമില്ല. ബഹുമാനപ്പെട്ട കളക്ടർക്ക് എന്താണോ ഈ പാവപ്പെട്ടവരുടെ വിവാഹ ചടങ്ങിൽ കാര്യം ഉണ്ടായിട്ട് തന്നെയാ സത്യമേ വന്നത്. ഇതിലാരാ സച്ചി എന്ന സച്ചിദാനന്ദൻ? ആരാന്നാ ചോദിച്ചത്? നീ ഈ പെൺകുട്ടി അറിയോ? അറിയോന്നാ ചോദിച്ചത്. മാഡം ചോദിച്ച കേട്ടിലൂടാ, നീ ഈ കുട്ടിയെ അറിയോന്ന്? എങ്ങനെ അറിയും? ഇങ്ങനെ അറിയോന്നാ ഈ ചോദിക്കുന്നേ? എന്താ ഇതൊക്കെ? ഒരു മംഗളകർമ്മം നടക്കുന്ന സ്ഥലത്ത് വന്ന് കാണിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്തു പ്രശ്നമുണ്ടെങ്കിലും ഈ ചടങ്ങ് കഴിഞ്ഞാവാലോ. 4 പെൺകുട്ടികളുടെ ജീവിതം വെച്ചോണ്ടാ നിങ്ങൾ ഈ കളക്ടറും പോലീസും കൂടി കളിക്കുന്നത്. ഇവിടെ സത്യാമ്മ കണ്ടെത്തിയ 4 പെൺകുട്ടികളെ പോലെ തന്നെയാ സത്യാമ്മേ ഈ പെൺകുട്ടിയും. ഇവളും ഇതുപോലെ വിവാഹം സ്വപ്നം കണ്ട കുറെ ദിവസങ്ങളായി കഴിയുന്നവളാ. പക്ഷെ ഇവരിൽ നിന്നും ഒരു വ്യത്യാസമുണ്ട്. ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇവരിപ്പോ ഈ വിവാഹ ചടങ്ങിൽ വെച്ചായിരിക്കാം ഇവരെ കെട്ടാൻ പോകുന്ന ഈ വരന്മാരെ ശരിക്കും കണ്ടത്. പക്ഷേ ഇവള് കഴിഞ്ഞ 3 മാസമായി ഇവളെ കെട്ടാൻ പറഞ്ഞിരിക്കുന്ന വരനെ കാണുന്നു. അവര് സിനിമയ്ക്ക് പോകുന്നു, ബീച്ചിൽ കറങ്ങുന്നു. കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ചെറുക്കനല്ലേ. സ്നേഹം കാണിച്ചപ്പോ സ്നേഹം മാത്രമല്ല ഇവള് തിരിച്ചു കൊടുത്തത്. ഗീത എനിക്കിഷ്ടമാണ്. ഗീത ഞാൻ കല്യാണം കഴിച്ചോളാം. ഞാൻ പൊന്നു വേണം നോക്കിക്കോളാം. ഒരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും ഞാൻ ഉണ്ടാക്കില്ല. പ്ലീസ്, എന്റെ തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് പ്രായച്ചിത്തം വേണേലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പറഞ്ഞത് കേട്ടു. എന്നാ പിന്നെ ഇവരുടെ കല്യാണം ഇവിടെ വെച്ച് തന്നെ നടക്കട്ടെ. എന്തായാലും താലി കയ്യിൽ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. കേട്ട്. എന്നാ പിന്നെ മുഹൂർത്തം തെറ്റിക്കണ്ട, ബാക്കിയുള്ളവരും കെട്ടിക്കോളൂ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ.
കളക്ടർ എന്ന നിലയിൽ അതും നിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. ഈ പെൺകുട്ടിക്ക് കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലായ സ്ഥിതിക്ക് മറ്റൊരു പയ്യനെ കണ്ടെത്തണം, ഇതിന്റെ വിവാഹവും നടത്തണം. അതെല്ലാവരും കൂടി ഉത്സാഹിച്ചാൽ നടത്താവുന്ന കാര്യമല്ലേ? അത് നമുക്ക് ഉടനെ ആലോചിക്കാം. നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു പയ്യനെ നമുക്ക് തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ആ എങ്കിൽ ഞാനൊരു പേര് പറയാം. ആ, നിങ്ങൾക്കൊക്കെ സ്വീകാര്യമാണെങ്കിൽ അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം നടക്കും. വേറെ ആരുമല്ല, എന്റെ മകൻ വിഷ്ണു. അല്ല, ഇത് വെറും വാക്കല്ല. ഞാനാണ് ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി അണിയിച്ചൊരുക്കി ഇവിടെ കൊണ്ടുവന്നത്. ആ വിവാഹം നടത്തി കൊടുക്കേണ്ട ചുമതലയും എനിക്കുണ്ട്. ഇത് ഞാൻ നടത്തി കൊടുക്കുക തന്നെ ചെയ്യും. ആ ഇപ്പോഴേ ഞാൻ ക്ഷണിക്കുക. ഈ കല്യാണത്തിന് കളക്ടറും കൂടി വരണം. കൂടെയുള്ള ഈ പരിവാരങ്ങളെയും കൂടി വിളിച്ചോ.